നമസ്കാരം സുഹൃത്തുക്കളെ, ഒരു വമ്പൻ സംഭവം അപ്ഡേറ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. കേരളത്തെ ഇളക്കി മറിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന വിഖ്യാതമായ പുതുയുഗ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഇപ്പോഴെന്താണ് അതിൻ്റെ സ്ഥിതി എന്നറിയാൻ താല്പര്യമുണ്ടാവും. എന്താണ് ഇപ്പോഴതിൻ്റെ സ്ഥിതി? നമ്മൾ കൈ പിടിച്ചുയർത്താനുള്ള പരിപാടികളുമായിട്ടാണ് ഈ പുതുയുഗ യാത്ര നമ്മൾ നടത്തുന്നത്. എങ്ങനെ കൈപിടിച്ചുയർത്തും? ഇതിൽ കൈയല്ലല്ലോ പിടിച്ചു വരുത്തുന്നത്, കഴുത്തെ പിടിച്ചിട്ടല്ലേ വലിക്കുന്നത്. ഇനിയിപ്പോ എന്താ പരിപാടി? ഇനി കേരളം മുന്നോട്ട് കുതിക്കും. മുന്നോട്ട് കുതിക്കണം. അതെങ്ങനെയാന്നല്ലേ അതിന്റെ ഡെമോൺസ്ട്രേഷൻ നമ്മുടെ പുതുയുഗ യാത്രയുടെ സ്റ്റേജിൽ തന്നെ ഉണ്ട്. ഇതിപ്പോ മുന്നോട്ടല്ലല്ലോ പിന്നോട്ടല്ലേ വലിക്കുന്നത്. നമ്മുടെ 1.25 ലക്ഷത്തിന്റെ ഭൂരിപക്ഷമുള്ള ഷാഫിക്കാണ് വലിക്കുന്നത്. ഇങ്ങനെ പിന്നോട്ട് വലിച്ചാല് വീഴില്ലേ ചങ്ങായി? അവരെവിടുന്നാ വീഴാൻ പോകുന്നത്? എവിടുന്ന്? സ്റ്റേജും വന്ന് കാണുന്നില്ലേ? ഇങ്ങനെ പിന്നോട്ട് വലിച്ചാല് താഴെ പോവില്ലേ? മുകളിൽ നിന്ന് വീണാൽ പരിക്ക് വളരെ വലുതായിരിക്കും എന്നുള്ളത് മാത്രമാണ് അവരോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. മാഡം സൂചിപ്പിച്ചതൊന്നും ആരും കേട്ടില്ല. ഷാഫിക്ക വലിയോട് വലി ഒടുക്കം വീണു. ആരോ താഴെ വീണു. അല്ല, ആ വീണത് നമ്മുടെ മുല്ലപ്പള്ളി സാറല്ലേ? ഇപ്പുറത്തുനിന്ന് ഷാഫിക്ക അയാളെ പിടിച്ച് പിന്നോട്ട് കഴുത്ത് പിടിച്ച് വലിക്കുമ്പം മുല്ലപ്പള്ളി സാറ് താഴെ വീണുട്ടാ. നോക്ക്, മുല്ലപ്പള്ളി സാറ് വീണല്ലേ അത്? 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. പക്ഷെ എന്താ കഥ? പുതുയുഗ യാത്ര മുന്നോട്ട് പോകുമ്പോൾ മുല്ലപ്പള്ളി സാറ് പിന്നോട്ട് വീണു. മുല്ലപ്പള്ളി സാറിന് പിന്നെ ആരും കണ്ടില്ല അത്രേ. എന്തായാലും ഇമാതിരി ഗംഭീരമായ കാഴ്ചകളിലൂടെ പുതുയുഗ യാത്ര മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായ കാഴ്ചകൾ കാണണ്ടേ സുഹൃത്തുക്കളെ? കാണാം. ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ ശ്രദ്ധ, ഏവരുടെയും ശ്രദ്ധ കുറ്റ്യാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. പുതുയുഗ യാത്ര കടന്നു പോകുന്ന കുറ്റ്യാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. എന്താണ് കുറ്റ്യാടിയുടെ അന്തരീക്ഷം? ശാന്തമായിട്ടൊഴുകുന്ന കുറ്റ്യാടിപ്പുഴ. പക്ഷെ വർഷകാലത്ത് ഈ കുറ്റ്യാടിപ്പുഴ രുദ്രയായി ഒഴുകുന്നത് നമുക്കെല്ലാം തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒഴുക്കിനിടയിലേക്ക് പുതുയുഗ യാത്ര കടന്നു വന്നു. മുല്ലപ്പള്ളി സാറിനെ സ്റ്റേജിൽ വിളിച്ചു വരുത്തി ഉദ്ഘാടനം ചെയ്യാം. അമർഷം ഇവിടെ ആ കുറ്റ്യാടിപ്പുഴയിൽ എങ്ങനെയാണോ വർഷകാലത്ത് വെള്ളം കരകവിഞ്ഞൊഴിയുന്നത്, അതുപോലെയാണ് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ മൂപ്പരെ തള്ളി താഴെട്ടു. ശരിക്കും ആ സ്റ്റേജിൽ എന്താ സംഭവിച്ചത്? ചരിത്രത്തിന്റെ ആകസ്മികതയോ അല്ലെങ്കിൽ ഒരു കൈത്തറ്റുമായിട്ട് മാത്രമാണ് ഞാൻ എപ്പോഴും അതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിച്ചത്. എന്നാലും അങ്ങനെ സംഭവിക്കാൻ മാത്രം എന്താണ് ഉണ്ടായത്? നാവലില്ലാത്ത കറിയായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കതൊന്ന് നോക്കണം. പുതുയുഗ യാത്ര കേരളം ഇളക്കിമറിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പുതുയുഗ യാത്ര. ആ യാത്ര കുറ്റ്യാടിയിൽ എത്തി. കുറ്റ്യാടിയിൽ എത്തിയപ്പോൾ സ്റ്റേജിൽ മുല്ലപ്പള്ളി സാർ ഉദ്ഘാടകനായി റെഡി. അങ്ങനെ ഉദ്ഘാടകൻ പ്രസംഗിച്ചു കഴിഞ്ഞ് പ്രധാനപ്പെട്ട കുറേ ആളുകളൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ സാക്ഷാൽ വി.ഡി. സതീശൻ ജാഥ ക്യാപ്റ്റൻ വേദിയിലേക്കെത്തി. വന്ന ഉടനെ ഫോട്ടോഷൂട്ടാണ്. നേതാക്കളൊക്കെ നിന്ന ഫോട്ടോ എല്ലാവർക്കും കിട്ടിയല്ലോ. ഇനി വേറൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്. കുട്ടികളെ സ്റ്റേജിൽ വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള ഒരുമിച്ചുള്ളൊരു ഫോട്ടോഷൂട്ട്. ആ നേതാക്കന്മാരൊക്കെ കൂടി നിന്ന് സ്റ്റേജിൽ കയറാണല്ലോ. ഇങ്ങനെ എല്ലാരും കൂടി കയറി എന്നാലേ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും ചങ്ങായി. കുട്ടികളുടെ കൂടെ പ്രതിപക്ഷ നേതാവ് ഒന്ന് ഫോട്ടോ എടുത്തോട്ടെ. അപ്പൊ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രതിപക്ഷ നേതാവിനെ ആദരിക്കൽ. സുരേഷ് മാസ്റ്റർ, അശോകൻ, അഷറഫ്, CK രാമചന്ദ്രൻ, PK സുരേഷ്, SK സജീവ് കുമാർ, കോവിലത്ത് നൌഷാദ്, മഠത്തിൽ ശ്രീധരൻ, PK ഷമീർ, KP അബ്ദുൽ മജീദ് മാസ്റ്റർ. ഇത് മാത്രമല്ല, ഒരു വലിയ മാല റെഡി ആയിട്ടുണ്ട്, അതും കൂടി ഇടണം. സ്വാഗത സംഘത്തിന്റെ ഒരു ഭാരാർപ്പണമാണ്. അതിനുവേണ്ടി ബന്ധപ്പെട്ടവരെ ക്ഷണിക്കുന്നു. മാലയൊക്കെ എടുത്ത് പൊന്തിച്ച് പിടിച്ചിട്ടുണ്ട്, പക്ഷെ അതങ്ങ് വീഴുന്നില്ല. അത്രയും ആളാണ് മാലയെ കൂടെ അവിടെ തിരക്കി നിൽക്കുന്നത്.
കഴുത്തിലിടുമ്പോൾ ഇങ്ങനെ കൂട്ടം കൂടി തിരക്ക് കൂട്ടി ഇടുമ്പോഴേ ശ്രദ്ധിച്ചിട്ടാ, കുറെ ആളാകുമ്പോൾ ടൈറ്റ് ആയിട്ട് കഴുത്ത് കുരുങ്ങിട്ട് വല്ല ദുരന്തവും സംഭവിക്കണ്ട. അല്ലപ്പാ, നമ്മുടെ ഷാഫിക്ക് എവിടെ? ഷാഫിക്ക അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നേതാക്കന്മാരെയും ഹാരാർപ്പണം ചെയ്യുന്നു. ഷാഫിക്ക അങ്ങനെയെങ്കിലും ഉള്ളിൽ കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഷാഫിക്കയും വന്നു, ഇനി എല്ലാം റെഡിയാണ്. ഷാഫിക്കയും കൂടി വന്നു. മാല അങ്ങ് ഇട്ടോ, ശ്രദ്ധിച്ച് മാല ഇടണേ. രാഹുൽ മാങ്കൂട്ടും കൂടി ഉണ്ടെങ്കിൽ എങ്ങനെങ്കിലും ഒന്ന് മൂപ്പരെയും കൂടി എൻ്റെ ഉള്ളിൽ കുത്തിക്കയറ്റായിരുന്നു എന്ന് ഷാഫിക്കേൻ്റെ മനസ്സിലുണ്ട്. ആ സങ്കടം, ആ പരിപാടിയുള്ള പ്രതിഷേധം മൂപ്പരുടെ ഉള്ളിൽ മൊത്തം ഉണ്ട്. പരിപാടിയൊക്കെ മാലയിടലൊക്കെ ഗംഭീരായി. ഇനി പ്രസംഗമാണ്. വേറെ ആരും പ്രസംഗിക്കുന്നില്ല. ജാഥ ക്യാപ്റ്റൻ, പ്രിയപ്പെട്ട ജാഥ ക്യാപ്റ്റനോ? അപ്പൊ ഷാഫിക്ക ഇത്രയും ക്രൂഷ്യൽ സമയത്ത് BD സതീശന് മുമ്പ് ഞാൻ സംസാരിക്കും എന്ന് വിചാരിച്ച് അവിടെ കാത്തിരി നിൽക്കുന്നുണ്ടല്ലോ ഷാഫിക്ക. BD സതീശൻ നിങ്ങളോട് സംസാരിക്കും, അതിനുവേണ്ടി അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു. ജാഥ ക്യാപ്റ്റനെ വിളിച്ചാൽ ഷാഫിക്കാക്ക് വിഷമാവുക. ഷാഫിക്കാക്ക് ദേഷ്യം വരാണ്ടിരിക്കോ ഇങ്ങനെ മൂപ്പരെ വിളിക്കാണ്ട് BD സതീശനെ വിളിച്ചാൽ? എന്തായാലും പാറക്കൽ അബ്ദുള്ളക്ക് കാര്യം പിടികിട്ടി. ഷാഫിക്ക പണങ്ങിപ്പോയതാണ്. പാറക്കൽ അബ്ദുള്ള എന്തു ചെയ്യും എന്ന് സ്തംഭിച്ചു നിന്നു. ഇതെല്ലാം കണ്ട് VD സതീശനാണെങ്കിൽ മൈക്കിന്റെ അടുത്ത് സ്തംഭിച്ചു നിന്നു. സാധാരണ ജാഥയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ജാഥ ക്യാപ്റ്റനല്ലേ ആദ്യം സംസാരിക്കേണ്ടത്. ആരാ സംസാരിക്കുന്നത്? അവർ നിർത്തി ജാഥ ക്യാപ്റ്റനല്ലേ സംസാരിക്കേണ്ടത്. ഇങ്ങനെ പോയാലും മൊത്തം അലമ്പാവെന്ന് സതീശേട്ടൻ അറിയാം. മൂപ്പരുടനെ മൈക്കങ്ങ് എടുത്ത് പ്രസംഗിക്കാൻ തുടങ്ങി. സതീശേട്ടൻ അങ്ങനെ ഗംഭീര പ്രസംഗം, ആൾക്കൂട്ടത്തിന് മുന്നിൽ ആവേശോജ്വല പ്രസംഗമൊക്കെ നടത്തി പ്രസംഗം അവസാനിപ്പിച്ചു. അപ്പൊ അപ്പുറത്തുനിന്ന് അടുത്ത ആൾ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷാഫിഖാനെ വിളിക്കാതെ BD സതീശനെ വിളിച്ച DCC ജനറൽ സെക്രട്ടറി പ്രമോദ് കക്കോടി വീണ്ടും വന്നു. വിട് കഴുത്ത് വിട്. എന്തെന്ന് ചങ്ങായി അങ്ങനെ പിടിക്കല്ലേ ചങ്ങായി? അയാളെ കഴുത്ത് മുറ്റി ശ്വാസം മുട്ടി പോവില്ലേ? അപകടം വല്ലതും വരണ്ടട്ടാ. സതീശേട്ടൻ ഇതെല്ലാം കണ്ട് സ്തംഭിച്ചു നിന്നു. എന്താ കഥ? ഷാഫിക്ക് വിടണ്ടേ? കഴുത്തെ പിടിച്ച് ഇങ്ങനെ നിൽക്കല്ലേ? പിടിവലി എന്ന് പറഞ്ഞാൽ ഇതിപ്പോ കുറ്റ്യാടിനെ പറയുമല്ലോ. വിടട്ടാ, കഴുത്ത് വിടുന്ന. വിളിച്ചു സമാധാനം. ഇല്ലെങ്കിൽ ഇവിടെ കൊലപാതകം നടന്നേനെ. നമുക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് നമ്മളെ തട്ടിപ്പോയേനെ. എന്തായാലും ഷാഫിഖാനെ വിളിച്ചല്ലോ, സമാധാനം. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസംഗിക്കുന്നില്ല. ഒറ്റ വാചകം പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു. 100-ൽ കൂടുതൽ എണ്ണുമ്പോ കുറ്റ്യാടി എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ പറയുന്നു. അഭിവാദ്യങ്ങൾ. എന്ത് നമ്മൾ കണ്ടത്? തല പെരുത്തു പോയിട്ടാ. നാളെ അധികാരത്തിൽ വരേണ്ട പാർട്ടിയല്ലേ? ഇമാതിരി പരിപാടിയായിട്ടാണോ ഇവര് അധികാരത്തിൽ വരാൻ പോകുന്നത്? എന്തെന്നാ സതീശേട്ടാ സംഭവിക്കുന്നത്? പേടിക്കണ്ട, നിങ്ങൾ ജനങ്ങൾക്കറിയാം ഇത് വന്നാൽ സംഭവിക്കാൻ പോണ എന്താണ്. ഈ മെയ് 20-ാം തീയതി കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ആവേണ്ട ആളാണ് സതീശേട്ടൻ. സതീശേട്ടൻ്റെ പാർട്ടിയും മുന്നണിയും ഇമാതിരി പരിപാടിയാണോ ഒരു പ്രചരണ കാലത്ത് തന്നെ നടത്തുന്നത്? എന്തെന്നാ പരിപാടി? ജനങ്ങൾക്കറിയാം. ജനങ്ങളുടെ ഹൃദയാഭിലാഷമാണ് നമ്മൾ പൂർത്തീകരിക്കേണ്ടത്. ഇങ്ങനെയാ പൂർത്തീകരിക്കുന്നത്? അതെന്ത് പരിപാടിയാണ്? അത് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയലാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലേ, ഇമാതിരി പദ്ധതിയാണോ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാൻ നിങ്ങളുടെ കയ്യിലുള്ളത്? ഈ പദ്ധതി നമുക്ക് വേണ്ടി മാത്രമല്ല, വരാനിരിക്കുന്ന നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ കൊച്ചുങ്ങൾക്കും അവരുടെ കൊച്ചുമക്കൾക്കും വേണ്ടിയിട്ടാണ്. അവരുടെ ഭാവി കേരളം സുരക്ഷിതമാക്കും UDF. ഈ പദ്ധതി ഗംഭീരമായിട്ട് വിജയിക്കും കേട്ടാ. ഇമാതിരി പോക്കുപോയാൽ തിരുവനന്തപുരം എത്തുമ്പോഴേക്കും സതീശേട്ടൻ്റെ പദ്ധതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഷാഫിഖാന്റെ ഒരു ന്യായീകരണമുണ്ട്, ഗംഭീര ന്യായീകരണം. അത് ഇങ്ങനെയാണ്. നിങ്ങൾ തിക്കിനെ സംബന്ധിച്ചും തള്ളിനെ സംബന്ധിച്ചും ഒക്കെ കൊടുത്ത ചില വാർത്തകൾ കണ്ടു. ജാഥ ക്യാപ്റ്റൻ, പ്രിയപ്പെട്ട അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ലെങ്കിൽ ദയവായി ഈ തിക്കും തിരക്കിനെ സംബന്ധിച്ച് ഒരു വാർത്ത കൊടുക്കണമെന്ന് പ്രിയപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ യാത്രയുടെ തിക്കും തിരക്കുമുണ്ട്. അത് നിങ്ങൾ വാർത്ത കൊടുത്ത തിക്കും തിരക്കുമല്ല. ഈ യാത്രയുടെ തിക്കും തിരക്കും ഈ യാത്ര മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോടുള്ള ജനങ്ങളുടെ ഐക്യപ്പെടലാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത.
പേടിക്കണ്ട നിങ്ങൾ, ജനങ്ങൾക്കറിയാം ഇത് വന്നാൽ സംഭവിക്കാൻ പോണ എന്താണ്. വേറെ ഒന്നും പറയാനില്ല. ഇത്രയും കണ്ടപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ? നന്ദി, നമസ്കാരം.